ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് എനിക്ക് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വീഡിയോയും അതുപോലെ തന്നെ ഇന്ന് ചെറുതായിട്ടൊരു തട്ടിക്കൂട്ട് അടുക്കള പണിയും കൂടിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വ്ളോഗൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കിയിട്ടാണ്, പിന്നെ ചൂടോടെ കുടിക്കാൻ വിചാരിച്ച് ചായ ഉണ്ടാക്കി, പിന്നെ ഗ്രീൻ പീസ് കൊണ്ട് കറി ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഷിബിലിമോന് മദ്രസ വിട്ട് വന്നിട്ട് അവൻ അടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും എനിക്ക് വയ്യല്ല, അപ്പോൾ പിന്നെ അവൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പണിക്ക് പോയതായിരുന്നു കേട്ടോ. അവന് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് അടിച്ചു തരാൻ മതി, അങ്ങനെയൊക്കെ മതി ഇന്നെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. പക്ഷെ അവന് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിലിട്ട് അവന് ചെയ്യുള്ളൂ. അപ്പോൾ കൂടുതൽ ടൈം കൊടുക്കും കേട്ടോ. എന്നാലും വേണ്ടിയില്ല, അവനെ കൊണ്ട് വയ്ക്കുന്ന രീതിയിൽ അവന് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിത് പെട്ടെന്ന് തൊണ്ടവേദന വരും കേട്ടോ. തൊണ്ടവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പനിക്കും. അങ്ങനെ കേട്ടോ പനി വരാറ്. പനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാൽമ വെരിക്കോസ് ഉള്ളതുകൊണ്ട് പിന്നെ കാലും ഭയങ്കര വേദന ആയിരിക്കും. പിന്നെ കൂടെ മേലും കൈയൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും. പിന്നെ അടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല, നിങ്ങൾ സ്റ്റൂളൊക്കെ അങ്ങനെ ഉയർത്ത് കയറ്റി വെക്കൂട്ടോ. അങ്ങനെ അവനെ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം അവനെന്നെ തുടക്കാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തുള്ള നമ്മളെ പള്ളിയിൽ ഉസ്താദ് അവനെ എന്തിനോ വിളിച്ചു. അപ്പോൾ പിന്നെ അവന് പോയിട്ട് പിന്നെ കുറച്ച് ടൈമൊക്കെ ഞാൻ അവനെ കാത്തു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ അടുക്കള പണികളും പിന്നെ അടിച്ചാലും തുടക്കലും ഒന്നും കഴിക്കാതെ കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിൽക്കപ്പുറത്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താ സുഖം ഉണ്ടെന്നുണ്ടെങ്കിലും കഴിക്കണ പണി ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കാറാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ കൂടുതൽ ചളികളൊന്നും ഉണ്ടാവില്ലല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഉള്ള ഓരോ മഴ പെയ്ത കാരണം പിന്നെ കൂടുതൽ പൊടികളൊന്നും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് തുടച്ചില്ല അടിച്ചു വീട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ പോലെ തോന്നട്ടെ. അപ്പോൾ ഇന്ന് ദോശക്കാരും ചായയിട്ട് ഉണ്ടാക്കിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചോറ് ഒരിത്തിരി കുക്കറിലിട്ട് വെച്ചു. പിന്നെ കറി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറി വേണം, മീൻ വേണം, അപ്പോൾ അതിലേക്കുള്ള കൂട്ടാനുകൾ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ഞാൻ ചോറ് മാത്രം വെച്ചത്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ചിട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 2 പച്ചമുളക്, 2 ഉള്ളി, അതുപോലെ തന്നെ ഒരു വലിയ പൊട്ടാറ്റോയാണ് ഇട്ടിട്ടുള്ളത്. അത് ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്തുകൊണ്ട് ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നെ 4 മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പൊട്ടിച്ച് മേലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തു. അങ്ങനത്തെ മുട്ടച്ചോറ് റെഡി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ പാനിലാട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിലേതായാലും ഇളക്കി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന്. അപ്പോൾ ഞാൻ ചെമ്പട്ടിക്ക് കൊട്ടിയാട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മാങ്ങച്ചാറും ആയിരുന്നു കേട്ടോ. പിന്നെ ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കേട്ടോ എപ്പോഴും ഞങ്ങൾ കാണിക്കാറ്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ ഈ ഉച്ച ടൈമിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീരെ തിരക്കുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച ടൈമിലാട്ടോ പോകുക. പിന്നെ അസറിന് ശേഷം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരാഴ്ച മുന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഞാൻ എടുത്തു വെച്ചതായിരുന്നു, എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നേ ഓരോരോ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് പെൻഡിങ്ങിലായത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇവിടെ ഉച്ച ടൈം ആയതുകൊണ്ടാണ് കേട്ടോ തിരക്കില്ലാത്തത്. പിന്നെ ഡോക്ടർ ഇതിൽ തന്നെ മരുന്നൊക്കെ വാങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളുടെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.